ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ അതിന്റെ പ്രദർശനാനുമതി നിഷേധിച്ച് നിൽക്കുമ്പോൾ ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുന്ന സംവിധായകൻ ഷാജി കൈലാസ് ആണ്. ചേട്ടാ, ഇപ്പോൾ ഒരു പേരിന്റെ പേരിൽ ഒരു പേര് ജാനകി എന്ന പേരിട്ടതിന്റെ പേരിൽ ഒരു സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെയായിരുന്നെങ്കിൽ സാധാരണഗതിയിൽ താങ്കൾ സംവിധാനം ചെയ്ത പല സിനിമകളിലും ഇത്തരത്തിലുള്ള ദൈവ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളായി വന്നിട്ടുണ്ട്. അപ്പോൾ അക്കാലത്തും വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നതാണ്. ഇതെന്താണ് ഇങ്ങനെ ഒരു പുതിയ പ്രവണത എന്നാണ് കരുതുന്നത്? പുതിയ പ്രവണത പറഞ്ഞാൽ സെൻസർ ബോർഡ് ആവശ്യമില്ല ഇവിടെ. അതാണ് ഞങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ ഒന്ന്, സൗത്ത് ഇന്ത്യ ഒന്ന്, അതെന്ത് ഏർപ്പാടാണ്? അവിടെയൊക്കെ എന്ത് വേണം ചെയ്യാം. ഇവിടെ എന്തെങ്കിലും ചെറിയ സാധനം പറഞ്ഞാൽ ജാതീയമായിട്ടും ഇതായിട്ടും ആവശ്യമില്ലാതെ ഇവരാണ് കൊണ്ടുവരുന്നത്. ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജാനകി എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ഇവിടെ കലാപം ഉണ്ടാവുമോ? അത് മനസ്സിലാവുന്നില്ല. ഇത് അങ്ങയുടെ തന്നെ പല സിനിമകളുടെയും പേരുകൾ ഞങ്ങളൊക്കെ ഇങ്ങനത്തെ ഓരോ ഘട്ടങ്ങളിൽ അനുഭവിച്ചു പോയവരാണ്. ഇഷ്ടംപോലെ സെൻസർ കട്ട്സ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി തർക്കിച്ച് ബഹളമുണ്ടാക്കി സെൻസർ ബോർഡ് ടേബിളിൽ വരെ ഞങ്ങൾ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. സിനിമ നിങ്ങൾ കൊണ്ടുപോയി കുഴിക്ക് കഴിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും വിടാൻ പാടില്ല. ഇത് ഇപ്പോൾ ഈ സിനിമയിലെ നായകൻ ഒരു കേന്ദ്രമന്ത്രിയാണ്. എന്നിട്ടും ആ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹമാണെങ്കിൽ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹം മറുപടി പറയാൻ പാടില്ലായിരിക്കാം. പക്ഷേ അദ്ദേഹം ഒരു കഥാപാത്രമല്ലേ, കേന്ദ്രമന്ത്രി എന്നുള്ള സംഭവത്തിലല്ലല്ലോ അയാൾ ഈ ലീഡ് റോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറുപടി പറയേണ്ടതല്ലേ? കാരണം സുരേഷ് ഗോപി എന്നൊരു സൂപ്പർ സ്റ്റാറിനെ അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂവിനെ വെച്ചുകൂടിയാണ് ഈ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായി ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതല്ലേ? ഇതിന്റെ പ്രോബ്ലം എന്ന് അറിയാമോ? ഈ രണ്ട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അദ്ദേഹം ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളാണ്. ഇതും ഭരണഘടനാ രീതിയിലുള്ളതാണ് സെൻസർ ബോർഡ് ഓഫീസ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒന്നും പറയാത്തത്.